ഹലോ, പഴയ കളക്ടർ ശ്രീനിവാസനല്ലേ? അതെ. ആരാ? അത് ശരി, ഇത്ര വേഗം സാർ എന്നെ മറന്നോ? സാറേ, ഞാൻ ലൂയിസാ, പൂജയുടെ ഫ്രണ്ട് സബാന്റെ ഉപ്പാപ്പൻ. സാർ എന്നാ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തെ? ഞാൻ കുറച്ച് ബിസിയായിരുന്നു. ഞാനും ബിസിയാ, പക്ഷേ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. സാറാ കാശെപ്പോഴാ തരുന്നേ? ഏത് കാശ്? ആഹാ, അത് ശരി, അതും മറന്നോ? സാറ് തരാന്ന് പറഞ്ഞ ആ 1 കോടി രൂപ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ? താനല്ലടോ പറഞ്ഞു തന്റെ മകളെ പിടിച്ചു തന്ന 1 കോടി രൂപ തരാന്ന്. അത് പിന്നെ മോളെ കണ്ടുപിടിച്ച് തന്നാലല്ലേ ഉള്ളൂ. പിടിച്ചു തന്നല്ലോ. ഞാൻ തന്ന ഇൻഫർമേഷൻ പ്രകാരമല്ലേ താൻ അവളെ കണ്ടുപിടിച്ചത്? അതിനാര് കണ്ടുപിടിച്ചു? ഇയാൾ എന്തോന്നാ ഈ പറയുന്നേ? എന്റെ മകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് പള്ളി പോയി പറഞ്ഞാ മതി. അവിടെ തന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ അതിനിടയിൽ താൻ താമസം മാറ്റി ഒളിച്ചും പാത്തും പതിയും കളിക്കുന്നത് എന്തിനാന്നേ? ഞാനൊന്ന് വിരലൊന്ന് ഓടിച്ചാലുണ്ടല്ലോ, അതോടെ തീരും തന്റെ മുഴുവൻ അഭ്യാസവും. നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഇതുപോലെ ഒരുപാട് അംഗങ്ങൾ കണ്ടിട്ടുള്ളവനാ. മര്യാദയ്ക്ക് പറഞ്ഞ കാശ് തന്നില്ലെങ്കിൽ തന്നെ ഞാൻ അഴി എണ്ണിക്കും. മകളെ ഒളിപ്പിച്ചു വെച്ചിട്ട് താൻ നാടകം കളിക്കുന്ന ഒരാഴ്ച തനിക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ താൻ കാശ് എനിക്ക് തന്നില്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ വന്ന് നോക്കും. പിന്നെ ഒരു ദൈവം എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. ദത്ത, എത്രയും പെട്ടെന്ന് അവനെ ഡൽഹിക്ക് അയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പോരാത്തതിന് തൻ്റെ ഭാര്യ കയ്യിലടിച്ച് സത്യവും വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം അവനെ പറഞ്ഞയക്കാൻ നോക്കി. ആദി, എന്താളിയാ? മുത്തശ്ശി പറഞ്ഞു നീ ഡൽഹിക്ക് ഒരുക്കണമെന്ന്. നീ മനസ്സോട് പറഞ്ഞാണോ അതോ? മനസ്സോട് പറഞ്ഞ തന്നെ. വാക്ക് മാറില്ലെന്ന് ഉറപ്പല്ലേ? ആമി ചേച്ചിക്ക് ഞാൻ കയ്യിലടിച്ച് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞു, മുത്തശ്ശി പറഞ്ഞു. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ശരവണ പറ. സാറിപ്പോ ഇവിടെ വീട്ടിലാണോ? അതെ. എന്താടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാർ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം. എന്താടോ? കുറച്ച് കോൺട്രവേഴ്സലാ. താൻ കാര്യം പറ. ശരി, ഞാൻ എത്താം. കുറച്ച് സങ്കടം സഹിച്ചേ പറ്റൂ. എല്ലാം നല്ലതിനു വേണ്ടിയാന്ന് വിചാരിച്ചാൽ മതി. സർ,
അയാളോടെ അതുണ്ട് സാർ. സാർ ഇപ്പം അങ്ങോട്ട് പോണ്ട. ഞാൻ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. സാറ് വന്നിട്ട് വിടാമെന്ന് വിചാരിച്ചു. ഞാൻ അയാളെന്ന് കാണുന്നുണ്ടെന്നാ കുഴപ്പം? കുഴപ്പമുണ്ട് സാർ. അയാൾ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുക. സാർ അത് കേൾക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഏതായാലും ഇയാള് കേട്ടല്ലോ, ഞാനും കൂടി ഒന്ന് കേട്ടു നോക്കട്ടെ. അല്ല, താനേതാ? പോക്കർ എന്നാ സാറേ എന്റെ പേര്. എവിടെ തന്റെ വീട്? വിഴിഞ്ഞത്താ സാറേ. താനെന്തിന് ഇന്നലെ രാത്രി ശ്രീനിവാസ് IASന്റെ വീട്ടിൽ പാത്തും പതുങ്ങിയും കയറിയത്? നമ്മള് പാത്തും പതുങ്ങിയൊന്നല്ല സാറേ കേറിയത്. പിന്നെ നമ്മൾ അന്തസ്സയച്ച് ഇപ്പറഞ്ഞ ശ്രീനിവാസനെ കാണാൻ പോയതാ. ശ്രീനിവാസൻ എന്നാ സാറിന് പറയടാ. സോറി സാറേ, നമ്മള് ശ്രീനിവാസൻ സാറിനെ കാണാൻ പോയതാ. നീ എന്തിനാ സാറിനെ കാണുന്നേ? നമുക്ക് കുറച്ച് കായ് കിട്ടാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാ. കാശ? എന്താടാ, നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ മാത്രം ശ്രീനിവാസൻ സാർ അതപ്പതിച്ചോ? കടം വാങ്ങിയതല്ല സാറേ, ഞമ്മക്ക് തരാന്ന് പറഞ്ഞ കാശാ. ശ്രീനിവാസൻ സാർ എന്തിനാ നിനക്ക് കാശ് തരുന്നേ? അത് പിന്നെ അത് സാറിന്റെ ഒരു രഹസ്യം പുറത്തു പറയാതിരിക്കാനാ. എന്ത് രഹസ്യം? ഒരു രഹസ്യം ഇല്ല സാർ. ശരവണ, കാണിക്കുന്നേ? അടങ്ങ്. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയട്ടെ. താൻ പറയടോ. ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? താനും ശ്രീനിവാസൻ സാറും തമ്മിൽ എന്താ ഇടപാടെന്ന്? സാറിന്റെ മോള് പൂജയും എന്റെ മരിച്ചുപോയ കൊച്ചുമോൻ ഷാനുവും തമ്മിൽ മുഹബത്തായിരുന്നു. എന്റെ കൊച്ചുമോൻ എന്ന് പറയുമ്പോ എന്റെ വല്യക്കാക്കാന്റെ കൊച്ചുമോൻ. വല്യക്കാക്ക പണ്ടേ മയ്യത്തായതുകൊണ്ട് ആ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഞമ്മളാ നോക്കുന്നത്. പിള്ളേര് തമ്മിലുള്ള മോഹബത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ അത് പുറത്തു പറയാതിരിക്കാനാ ഞമ്മക്ക് കാശ് തരാന്ന് ആ സാറ് പറഞ്ഞത്. മാറ് ശരവണ. ഇടോ, അയാൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് തല്ലേണ്ട കാര്യമുണ്ടോ? അപ്പൊ സാറതങ്ങ് വിശ്വസിച്ചോ? എന്റെ സാറേ, ഇതൊക്കെ അവന്റെ നമ്പരാ. നമ്മൾ പറഞ്ഞത് സത്യ സാറേ. സംശയമുണ്ട് സാറ് ശ്രീനിവാസൻ സാറിനോട് ചോദിച്ചു നോക്കും. ശരവണ, എന്താ സാറേ? ഇനി ഇയാളെ തല്ലരുത് സാർ. കേട്ടോ? ശരി സാർ. അപ്പൊ അറിയേണ്ടത് ദത്തൻ അറിഞ്ഞു.